ഡയറക്റ്റ് ഹോം പി എസ് സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th പ്രിലിംസ് അടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഭയം, ഈ 10th പ്രിലിംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള നിങ്ങൾക്കുള്ളിൽ നിന്ന് വരുന്ന ആ ചോദ്യം, ഇത് നമുക്ക് വളരെ സിമ്പിൾ സ്റ്റെപ്പോടെ നമുക്ക് നേരിടാം ഈ എക്സാമിനെ. ഓക്കെ, നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന തെറ്റ്, നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൊവർബ് നമുക്ക് നോക്കാം. ദ മാൻ ഹൂ ചേസസ് 2 റാബിറ്റ്സ് ക്യാച്ചസ് നെയ്തർ. അതായത് 2 മുയലുകൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യൻ ഒരു മുയലിനെയും പിടിക്കുന്നില്ല. ഇത് തന്നെയാണ് പി എസ് സിക്ക് പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും സംഭവിക്കുന്നത്. ഇവിടെ 2 മുയലുകളെ 2 എക്സാമായിട്ട് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ എക്സാമോ നിങ്ങളുടെ ജോലിയോ ആയിട്ട് എടുക്കാം. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഒരേ സമയം 2 ടാർഗറ്റ് എയിം ചെയ്യുന്നു, എന്നിട്ട് കുറച്ച് ദൂരം ഒന്നിന് പിറകെ ഓടുന്നു, അത് കഴിഞ്ഞ് അത് കിട്ടുന്നില്ല, അപ്പോൾ അത് അടുത്തതിൻ്റെ പിറകെ പോകുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് 2ഉം കിട്ടുന്നില്ല. ഇപ്പോൾ എക്സാം തന്നെ എടുക്കാം. ഒന്ന് നമ്മുടെ 10th പ്രിലിംസ് ആണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ അതേപോലെ ഇതേ സമയത്ത് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിനും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ കുറച്ച് നേരം 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും, അത് കഴിഞ്ഞ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. 2ൻ്റെയും ലെവല് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ പഠിക്കുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. 10th പ്രിലിംസിന് ചോദിക്കും പോലെയല്ല ഡിഗ്രി പ്രിലിംസിന് ചോദിക്കുന്നത്, ഡിഗ്രി പ്രിലിംസിന് ചോദിക്കുന്നത് പോലെയല്ല 10th. ഈ എക്സാം പാറ്റേൺ അടക്കം വളരെ, അതേപോലെ സിലബസിന് നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഒരിക്കലും നിങ്ങളിപ്പോൾ 10th പ്രിലിംസ് പഠിച്ചിട്ട് ഡിഗ്രി എഴുതാൻ പോയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതുപോലെ ഡിഗ്രി പ്രിലിംസിന് കോട്ടക്കിരുന്ന് പഠിക്കുന്ന ആർക്കും തന്നെ 10th പ്രിലിംസ് പോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാൽ അതും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് 2 നോക്കുന്ന നിങ്ങൾക്ക് 2ഉം കിട്ടത്തില്ല. മറിച്ച് ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 10th പ്രിലിംസ്, 10th ലെവൽ പ്രിലിംസ് ആണ് ആദ്യം വരാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 10th ലെവൽ പ്രിലിംസിന് വേണ്ടി കട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, കണ്ടോ? നമ്മൾ കൺഫ്യൂഷനായി പോകും. ഇപ്പം അതേപോലെ ഇത് എക്സാം ആണെന്ന് സങ്കല്പിക്കുക. നമ്മളെ 10th ലെവലിലെ എക്സാമാണ്. ഇപ്പം നിങ്ങൾ മറ്റൊരു ജോലി നോക്കുന്ന ഒരു വ്യക്തിയാണ്, ഇത് നിങ്ങളുടെ വർക്കാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ ജോലി വേണം, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ജോബ് നോക്കിക്കൊണ്ട് പി എസ് സി നോക്കിയാലോ, അതോ പി എസ് സി എക്സാം എഴുതി കഴിഞ്ഞിട്ട് മറ്റ് പ്രൈവറ്റ് ജോബ് എന്തെങ്കിലും നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കും. ഇത് പഠിത്തത്തെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ എല്ലാ ജോലിയും മാറ്റി വെച്ച് 10th പ്രിലിംസിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. അതാണ് ഇപ്പോൾ നമുക്ക് വേണ്ടത്. ഈ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ തന്നെ നമ്മുടെ പാതി ടെൻഷൻ മൈൻഡിൽ നിന്ന് പോകും, നമ്മുടെ മൈൻഡ് കുറേ കൂടെ റിലാക്സ്ഡ് ആവും, നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സാമിന് ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് നമ്മുടെ ടൈം ഡിസിപ്ലിൻ. നമ്മൾ പഠിക്കുന്ന ടൈം പഠിത്തത്തിന് വേണ്ടി തന്നെ മാറ്റുക. മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെന്ന് വെക്കുക. നിങ്ങൾ പ്രൈവറ്റ് ജോബിന് പോകുന്നുണ്ട്, നിങ്ങൾ പകൽ സമയം നിങ്ങൾക്ക് പഠിക്കാനേ പറ്റത്തില്ലെങ്കിൽ പകൽ സമയം ജോലിക്ക് പോകുമ്പോൾ ജോലിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആ സമയം എനിക്ക് പഠിക്കണം, അയ്യോ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈം വെക്കുക. ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഓഫ്ലൈനായിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ടൈം, ഈവനിങ് വന്നിട്ട് ഒരു 7 o'clock to 10 o'clock വരെ നിങ്ങൾ പഠിത്തത്തിന് വേണ്ടിയാണെങ്കിൽ ആ സമയം പഠിത്തത്തിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങളുടെ എയിം അച്ചീവ് ചെയ്യുക. ഇതാണ് നമുക്ക് വേണ്ടത്. അതുപോലെയാണ് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യണം. നമ്മുടെ മെയിൻ ഫോക്കസ് നമ്മുടെ ഗോളാണ്. നമ്മുടെ ഗോൾ എന്താണ്? 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യുക. ഈ 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മതി, പക്ഷേ ആ കാര്യങ്ങൾ നമ്മൾ വ്യക്തതയോടെ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് നമുക്ക് ഈ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. നമ്മുടെ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ പഠന നിലവാരമാണ്, പഠിത്തമാണ്. നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് വലിയ കാട് കയറിയുള്ള സിലബസ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഉള്ള സിലബസാണ്. ഈ സിലബസ് നമുക്ക് വളരെ വളരെ ലൈറ്റായിട്ട്, ഇപ്പോൾ നിങ്ങൾ മറ്റൊരു കോച്ചിങ് സെൻറ്ററിൽ പോവേണ്ട ആവശ്യമില്ല, അതേപോലെ ഓഫ്ലൈനായിട്ടുള്ള ഒരു ക്ലാസ്സിന് പോവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതൊക്കെല്ലാം യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് 10th പ്രിലിംസിനുള്ളത്. ഓക്കെ,
ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും, ക്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ സക്സസ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും. നമ്മുടെ ഗോള് ഫോക്കസ് ചെയ്യുക. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പോൾ യൂട്യൂബ് തുറക്കുകയാണെങ്കിൽ ഫുൾ എന്താണ്, എവിടെ നോക്കിയാലും മോട്ടിവേഷൻ ക്ലാസ് ആയിരിക്കും. അപ്പോൾ കൂടുതൽ മോട്ടിവേഷൻ ഞാൻ പറയുന്നില്ല. എനിക്ക് പറയേണ്ടത് ഒറ്റ കാര്യമേ ഉള്ളൂ. ആ ഒരു കാര്യമാണ്, ഒരേ സമയം 2 മുയലിൻ്റെ പിറകെ പോകരുത്. ഓക്കെ, ഒരു ഗോള് അത് എന്താണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഗോൾ? ഇപ്പോൾ 10th പ്രിലിംസ് അല്ല, നിങ്ങളുടെ ഗോൾ മറ്റെന്താണെങ്കിലും ആ പ്രൈമറി ഗോൾ എന്താണോ ആ ഒറ്റ കാര്യം ഫോക്കസ് ചെയ്യുക. അത് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കും. ഓക്കെ, കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ഈ ഒറ്റ കാര്യം ചെയ്യുക. ഷുവറാണ് 10th പ്രിലിംസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.